തേക്ക് തോട്ടത്തിനകത്ത് ആന കൂട്ടമായി വന്നിട്ട് ആന പ്രസവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അതിനെ ആനയുടെ പ്രസവ വാർഡെന്നാണ് ആദിവാസികൾ പറയുന്നത്. രാജവെമ്പാല എന്ന് പറഞ്ഞ സ്നേക്ക് അതാണെങ്കിൽ ഏതാണ്ട് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് അതിജീവിക്കില്ല. പുഴയിൽ ഇവന്മാർ ചെന്നിട്ട് അതിൻ്റെ ഇക്കോളജി തകർക്കത്തക്ക രീതിയിൽ കോപ്പർ സൾഫേറ്റ് കലക്കും. കുഞ്ഞുങ്ങളും മക്കളും എല്ലാം മുട്ടയെല്ലാം അടക്കം വലിച്ചു കയറ്റും. ആനയ്ക്കൊരു സ്വഭാവമുണ്ട്. ആന നടന്നു പോകുന്ന വഴിയിൽ പുതിയൊരു സാധനം കണ്ടാൽ ആന എടുത്തു കളയും. ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷം ഈ ആദിവാസി കോളനിയിലെ എല്ലാവരുടെയും വീട് അടിച്ചു പോയി. ഇതൊക്കെ ഇപ്പം മന്ത്രി പറയുന്നതായിട്ട് ചക്കയെല്ലാം പറിച്ച് ഇടിച്ചക്കയാക്കി വിൽക്കാൻ പോകും. ഇത് ആദ്യം പറഞ്ഞ ഞാനാണെന്നും നിലമ്പൂർ തേക്ക് വേൾഡ് ക്ലാസിക് ടീക്കാണ്. ഈ റോൾസ് റോയ്സ് കമ്പനിയുണ്ട് നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയത്. വണ്ടിക്കകത്ത് ആ ഡാഷ്ബോർഡൊക്കെ പണിയുന്നതിന് ഇവിടുത്തെ തേക്കും അവിടുത്തെ തേക്കും കാറ്റിൽ വീണിട്ട് അത് ക്രോസ് കട്ട് ചെയ്തപ്പോൾ കണ്ട ഒരു രംഗമുണ്ട്. ഈ 3 സ്ത്രീകളെ, ഈ തള്ളയും 3 മക്കളെയും 4 പേരെയും കൊന്നിട്ട് മരമുറി തുടങ്ങി. ഈ സംഭവമാണ് ഏറ്റവും വലിയ പരിസ്ഥിതിക്ക് വേണ്ടി നടന്ന ജീവത്യാഗം. വനവും വനസമ്പത്തും എന്നും അമൂല്യമാണ്. അതുപോലെ തന്നെ നാളേക്ക് വേണ്ടി പ്രിസർവ് ചെയ്യേണ്ട ഒന്നാണ് കാട് ഓർമ്മകളും. അത്തരത്തിൽ സർവീസിലുണ്ടായിരുന്ന 30 വർഷത്തെ വന അനുഭവങ്ങളാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായി റിട്ടയറായ സുഗതൻ സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. കാടുമായിട്ട് ബന്ധപ്പെട്ട സാറിന് പറയാനുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. അതായത് വനത്തെക്കുറിച്ച് ശരിക്കും ആളുകൾക്ക് നല്ലൊരു ധാരണ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവർക്ക് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ കാര്യങ്ങളൊക്കെ അറിയും. പക്ഷേ കടലിലെ കാര്യങ്ങളും അറിയില്ല. കരയിലെ കാര്യങ്ങൾ കുറേ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവേ ഉള്ളൂ. പക്ഷേ ഇത് കാടിനെ കുറിച്ച് ശരിക്കും ഒരു ജ്ഞാനം അവർക്കില്ല. അത് കുറവാണ് പൊതുവേ. അത് ഒരു സത്യമാണ്, നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. കാര്യം ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോഴും എനിക്കത് മനസ്സിലായിട്ടുണ്ട് കാടിനെ കുറിച്ച്. അത് തന്നെ നമ്മളെ വനത്തിനകത്ത് ജോലി ചെയ്ത് ദീർഘനാൾ ജോലി ചെയ്ത് പുറത്ത് വരുന്ന ആളിന് തന്നെ വനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. ഇന്ന് ഇൻ്റർനാഷണൽ കൺസർവേഷൻ ഡേ ആയിട്ട് IUCN ആചരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഏതാണ്ട് 10 ദശലക്ഷം മുതൽ 30 ദശലക്ഷം വരെയുള്ള പല ജാതി സസ്യങ്ങളും ജന്തുക്കളും ഉണ്ട്. ഇത് ഈ ഭൂമിയുടെ മാത്രം സവിശേഷതയാണ്. നമ്മളെ ഇന്നത്തെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. നാളെ വേറെ എവിടെയെങ്കിലും പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതിപ്പോൾ ഒരു അറിവല്ല. നമ്മുടെ ലോകം ഭൂമിയാണ്. നമ്മളെ ലോകം ഭൂമിയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ തന്നെ എല്ലായിടവും ലൈഫൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യമുണ്ട്. എത്യോപ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡല്ലോൾ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഡല്ലോൾ, അവിടെ ലൈഫില്ല. അവിടെ ലൈഫ് സർവേ ചെയ്യത്തുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അത് ഭൂമിക്ക് അടിയിൽ നിന്ന് ഓരോ തെർമൽ വെൻറ്റുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ ആസിഡിറ്റി കലർന്ന വളരെ ഹീറ്റായിട്ടുള്ള വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും. അതിനൊരുതരം മഞ്ഞയും പച്ചയും നിറമായിരിക്കും. അതിങ്ങനെ പോണ്ടുകളായി അവിടെ ഇങ്ങനെ കിടക്കും. പിന്നെ അവിടെ ഈ 50 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറം ചൂടുണ്ടാവും. അപ്പോൾ ഒരു ലൈഫിന് സർവൈവ് ചെയ്യണമെങ്കിൽ അതിനൊരു ടോളറബിൾ ടെമ്പറേച്ചറുണ്ട്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഒരു ലൈഫിന് ടോളർ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആഗോള വ്യാപകമായിട്ടുള്ള ആഗോള താപനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ഭാവിയിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോഴേ തിരക്കിട്ട് അതിനെ ചെക്ക് ചെയ്യാൻ, അതിനെ തടയാൻ അശ്രാന്ത പരിശ്രമം ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷ താപം കൂടിക്കഴിഞ്ഞാൽ 50 ഡിഗ്രി 54 ഡിഗ്രി വരെ ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ 50 ഡിഗ്രിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ പല സസ്യങ്ങളും സർവൈവ് ചെയ്യൂല. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജവെമ്പാല എന്ന് പറഞ്ഞ സ്നേക്ക് അതാണെങ്കിൽ ഏതാണ്ട് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് അതിജീവിക്കില്ല. അങ്ങനെയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു എവർഗ്രീൻ ഫോറസ്റ്റിൽ എപ്പോഴും അതുണ്ടാവും. എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എയർ കണ്ടീഷൻഡ് അവസ്ഥയാണ്. ഒരു വെറ്റ് കാലാവസ്ഥയായിരിക്കും എപ്പോഴും അതിനകത്ത്. അതേപോലെ തന്നെ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂവിൽ ചെന്ന് നോക്കി ഒന്നുകിൽ അതിനെ ഈ AC കേജ് അല്ലെങ്കിൽ അതിനകത്ത് ഫാൻ വെച്ചിരിക്കും. അപ്പോൾ അത് അങ്ങനെ സർവൈവ് ചെയ്യണമെങ്കിൽ അതിനെന്ന് പറഞ്ഞാൽ ഒരു അഡാപ്റ്റബിലിറ്റി ഇല്ല. മനുഷ്യനാണെങ്കിൽ എന്തെന്നറിയാം, പ്രകൃതിയെ മെരുക്കുകയും ചെയ്യും, അതിനോട് ഇണങ്ങുകയും ചെയ്യും. മെരുക്കുകയും ചെയ്യും, മെരുങ്ങുകയും ചെയ്യും. പക്ഷേ ഈ ഒരു സവിശേഷത മറ്റ് സ്പീഷീസുകൾക്ക് ഇല്ല. അതിൻ്റേതായ ആവാസ വ്യവസ്ഥയിൽ ഇപ്പോൾ ലയൺ ടൈൽഡ് മെക്കാക്ക്, സൈലൻറ്റ് വാലി അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. ലയൺ ടൈൽഡ് മെക്കാക്കിനെ അവിടുത്തെ ഒരു ഫ്ലാഗ്ഷിപ്പായിട്ട് കാണുന്ന ഒരു മൃഗമാണ് സിംഹവാലൻ കുരങ്ങ്.
അവന് ഇതുപോലെ തന്നെ എവർഗ്രീൻ ഫോറസ്റ്റിൽ അവൻ ഇരിക്കും. അവൻ വളരെ അപൂർവമായിട്ട് നിലത്തിറങ്ങും. അതെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഈ വെടിപ്ലാവ് എന്ന് പറയുന്നൊരു മരമുണ്ട്, അതിൻ്റെ ചെറിയ ചെറിയ നിഷുകളുണ്ട്, പൊത്തുകൾ, അവിടെ കയറിയിരിക്കും. നമ്മളിപ്പോൾ കുളിമുറിക്കകത്ത് സോപ്പൊട്ടി വയ്ക്കുക ഒരു നിഷ് ഉണ്ടാക്കി വയ്ക്കുമല്ലോ, ഒരു അതേ കണക്കുള്ള നിഷിനകത്തിരിക്കുന്ന സാധനമാണത്. അപ്പോൾ അവനങ്ങനെ സർവേ ചെയ്യൂല. നിങ്ങൾ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഈ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവൻ ജീവിക്കില്ല, അതുപോലെ രാജവെമ്പാല ജീവിക്കൂല. ഇതേപോലെ സവിശേഷതയുള്ള നിരവധി സസ്യ ജന്തുജാലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ഇപ്പോൾ ഖജരി എന്ന് പറയുന്നൊരു ട്രീ ഉണ്ട്. ഖജരി എന്ന് പറയുന്ന ട്രീ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നൊരു ട്രീ ആണ്. ഇത് രാജസ്ഥാനിലാണ് ഖജരി. ഈ ഖജരി ട്രീ പണ്ട് 1730 അവിടുത്തെ ആളുകൾ ഈ ഖജരി ട്രീകൾ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. മരുഭൂമിയിൽ ഉള്ള ട്രീ ആണ്. അതെന്താണെന്ന് പറയാം, എപ്പോഴെങ്കിലും ജലം കിട്ടുമ്പോഴോ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഈർപ്പമുണ്ടെങ്കിലോ അത് വലിച്ചെടുത്ത് ശേഖരിച്ച് വയ്ക്കും. അവൻ ഡ്രൗട്ടിനെ പിന്നെ സർവൈവ് ചെയ്യും. 1730 കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന അഭയസിംഗ് എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. അവൻ കൊട്ടാരം പണിയുന്നതിന് വേണ്ടി ഈ സൈനികരെ അയച്ച് ഈ ട്രീ മുറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അവിടെയുള്ളൊരു സ്ത്രീ ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, അവർ പിന്നെ ഓടിച്ചെന്ന് ആ മരത്തിൽ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് എന്നെ കൊന്നിട്ട് മരം വെട്ടാൻ പോകും. അങ്ങനെ ചിപ്കോ മൂവ്മെൻ്റൊക്കെ അങ്ങനെ ഉണ്ടായതാണ് പിന്നീട്. അപ്പോൾ അങ്ങനെ അമൃതാദേവി എന്നാണ് സ്ത്രീയുടെ പേര്. ഇത് കണ്ട് അവരുടെ 3 പെമ്മക്കളും പോയി 3 മരത്തിൽ കെട്ടിപ്പിടിച്ചു. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞ് നിങ്ങളെ കൊന്നിട്ടാണെങ്കിൽ ഞങ്ങൾ മരം മുറിക്കും, രാജകൽപ്പനയാണത്, മുറിച്ചേ തീരും. പക്ഷേ എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാം, ഈ 3 സ്ത്രീകളെ, ഈ തള്ളയും 3 മക്കളെയും 4 പേരെയും കൊന്നിട്ട് മരം മുറി തുടങ്ങി. ഉടനെ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം സംഘടിച്ചു. കാര്യം അവർ പ്രകൃതിയും പ്രകൃതിയിലെ സസ്യങ്ങളെയും പ്രകൃതിയിലെ മൃഗങ്ങളെയും എല്ലാവരെയും ആരാധിക്കുകയും ദൈവമായി കാണുന്ന ആളുകളാണ്. പിന്നെ ബിഷ്ണോയികൾ എന്നാണ് അവരെ പറയുന്നത്. ബിഷ്ണോയി എന്ന് പറയുന്നൊരു മതം തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. തള്ള മരിച്ചു പോയ ഒരു മാൻകുട്ടിക്ക് മുലപ്പാൽ കൊടുത്ത സ്ത്രീ അവിടെ ഉള്ളതാണ്, അങ്ങനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരത്രത്തോളം ഈ മൃഗങ്ങളും പ്രകൃതിയുമായി ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ജനങ്ങളാണ്. എന്നിട്ട് ഇത് അറിഞ്ഞിട്ട് ചുറ്റുപാടുമുള്ള വൈഷ്ണവികളെല്ലാം കൂടെ ചേർന്ന് അവിടെ ചെന്നിട്ട് 330 ആളുകളെ യുവമാർ കൊന്നു. അപ്പോൾ ലോക ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ സംഭവമാണ് ഏറ്റവും വലിയ പരിസ്ഥിതിക്ക് വേണ്ടി നടന്ന ജീവത്യാഗം. അത് നമ്മുടെ നാട്ടിലാണ്, ഇന്ത്യയിലാണ്, രാജസ്ഥാനിലാണ്. പിന്നെ രാജാവ് ഇത് അറിഞ്ഞു വന്നിട്ട് അയാൾ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും പേര് ഈ വൃക്ഷ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഗൾഫിൽ ഈ ട്രീ ഉണ്ട്, മരുഭൂമിയിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. അതിന് ഗഫ് ട്രീ എന്നാണ് പറയുന്നത്, അവരുടെ നാഷണൽ ട്രീ ആണ് ഗൾഫിലെ. അപ്പോൾ ഈ ട്രീക്ക് വേണ്ടി ഇത്രയും 10-300 പേരെ ആളുകളും ജീവത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, അയാൾ തന്നെ അവിടെ ഒരു കൺസർവേഷൻ മേഖലയായിട്ട് പ്രഖ്യാപിച്ചത് നിർത്തിവയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രമുള്ള നാടാണ് നമ്മളുടെ പഴയ ജനങ്ങൾ, പ്രകൃതിയുമായി ഇഴുകി ചേർന്ന് ജീവിച്ച ജനങ്ങളാണ്. ഇപ്പോൾ എന്താ പ്രശ്നം, ഇപ്പോൾ ഈ ടെക്കികളായിട്ടുള്ള ആളുകൾ ഈ ലോകം നിറഞ്ഞ്, ടെക്നോക്രാറ്റുകൾ, ഇവർക്കെന്താ പ്രശ്നം? ഇവർക്കെന്ന് പറഞ്ഞാൽ മനസമാധാനമില്ല, സ്വസ്ഥതയില്ല, ആങ്സൈറ്റി, ടെൻഷൻ പ്രശ്നങ്ങളാണ്. അവർക്ക് ജീവിക്കാനോ തന്നെ നേരമില്ല. അപ്പോൾ പിന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ ഒരു നേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മുഴുവൻ ജനങ്ങളും വന്നേ തീരൂ. അത് അവർക്ക് കാടിനെ കുറിച്ചൊന്നും അറിയില്ല. വരാതെ പ്രകൃതിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. 1807 വില്യം വേഴ്സ്വർത്ത് ഒരു കവിത എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. 1807 എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയ കാലഘട്ടമാണ്. അന്ന് ഇത് ഉണ്ടാകാൻ പോണ സംഭവം അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഒരു കവിത എഴുതിയിട്ട്. ആ കവിതയിലൂടെ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അന്നത്തെ പല ജനങ്ങൾക്കത് മനസ്സിലായിരുന്നു. പിന്നെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് അത് വീണ്ടും മാറിപ്പോയി. ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ് എന്ന് പറയുന്നൊരു കവിതയാണത്. അതിന് അദ്ദേഹത്തിന് പേരിടാൻ കഴിഞ്ഞില്ല, എഴുതി പൂർത്തിയാക്കി വെച്ചിട്ട് പിന്നെ പബ്ലിഷ് ചെയ്തവരെടുത്താണ് ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ്. നമ്മളെ കൊണ്ട് ഈ ലോകം പൊറുതിമുട്ടി എന്ന് പറഞ്ഞ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പ്രശ്നങ്ങൾ, വ്യാവസായിക വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങൾ, ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് വ്യാവസായിക വിപ്ലവം ഒരുപാട് സുഖകരമായ കാര്യങ്ങൾ കൊണ്ടുതരും. പക്ഷേ അതിനോടൊപ്പം നമുക്ക് വേദനയും തരും. അതിനാണ് അദ്ദേഹം അവസാനം കവി പറഞ്ഞത്, ഇറ്റ് ഇസ് എ സോർഡിറ്റ് ബൂൺ. സോർഡിറ്റ് ബൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റർബ്ഡ്
ആയിട്ടുള്ള ഒരു പ്ലഷറും അതുപോലെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അനുഗ്രഹവുമാണത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്ത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ വനം, ഇവിടെ നമ്മുടെ നാട്ടിൽ വനമുണ്ട്, നമ്മുടെ നാട്ടിൽ ധാരാളം സ്പീഷീസുകളുണ്ട് വനത്തിൽ. അവിടെ ഈ ആളുകൾ ഒരിക്കൽ ഒരാളിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറേ മരങ്ങളും കുറേ മൃഗങ്ങളും, അത്രയും അയാൾക്കറിയാം പറഞ്ഞു മനസ്സിലാവും. പക്ഷേ അതിനകത്തുള്ളൊരു ഇക്കോളജിയും ഇക്കോ സിസ്റ്റം എന്താണെന്ന് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊക്കെ ജപ്പാനിൽ ഫോറസ്റ്റ് ബാത്തിങ് നടത്തും. ഫോറസ്റ്റ് ബാത്തിങ് നടത്താമെന്ന് പറഞ്ഞാൽ ഒരു വർഷം 12 മാസം, 11 മാസം അവിടെയുള്ള വലിയ വ്യവസായികളും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, വലിയ കച്ചവടക്കാർ, വലിയ പണക്കാർ, കോടീശ്വരന്മാരായ ആളുകൾ 1 മാസം വിൻ്ററിൽ ലീവ് എടുത്തിട്ട് ഇവർ ഫോറസ്റ്റ് ബാത്തിങ്ങിനും 1 മാസം അവിടെ പോയി താമസിക്കും. കാട്ടിൽ അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട് അവർക്ക്. അങ്ങനെ ഫോറസ്റ്റ് ബാത്തിങ് എന്ന് പറഞ്ഞാൽ അവരവിടെ താമസിക്കുക, നല്ല വിൻ്റർ ടൈമായിരിക്കും. അപ്പോൾ കാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നത് എങ്ങനെയാണ്? നടക്കുമ്പോൾ അവർ വളരെ സ്ലോയിൽ നടക്കും. ഇന്ദ്രിയങ്ങളെല്ലാം തുറന്നു വെച്ച് ആസ്വദിച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക്, ഒരു പൈൻ ട്രീയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫൈറ്റോസൈഡ്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഓയിൽ ആ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിക്കുന്നത്. അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷൻ കൊണ്ടാണ് ഈ കൊളസ്ട്രോളും അതുപോലെ തന്നെ കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. കോർട്ടിസോൾ ടെൻഷൻ മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നടന്ന് പോവുകയും പതുക്കെ നടന്നു പോവുകയും ഒരു മരത്തിൻ്റെ അതിൻ്റെ ബാർക്കിൽ സ്പർശിക്കുകയും ആ മരത്തെ ഒന്ന് ഹഗ് ചെയ്യുകയും അതേപോലെ അവിടെ കാണപ്പെടുന്ന ഒരു ബ്രൂക്ക്ലെറ്റിൽ ഇറങ്ങി ഒന്ന് കുളിക്കുകയും ഒക്കെ ചെയ്തൊരു ഫോറസ്റ്റ് ലൈഫ്, ട്രൈബ്സ് ജീവിക്കുന്ന പോലെ ഒരു ഫോറസ്റ്റ് ലൈഫ്. ഒരു ടെക്നോളജിയുടെ ഒരു ഡിവൈസ് അവർ കൊണ്ടുപോകില്ല. വീട്ടിലേക്ക് ഫോൺ ചെയ്യലില്ല, വീട്ടിലേക്കൊന്നും അന്വേഷിക്കലുമില്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം എവരിത്തിങ്, എല്ലാത്തിൽ നിന്നും മാറി അങ്ങനെ ജീവിക്കണം. അങ്ങനെ സുഖകരമായൊരു ജീവിതമാണ് അവിടെ അവർ ആ ഫോറസ്റ്റ് ബാത്തിങ്ങിലൂടെ. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൻ വളരെ ഹെൽത്തി ആയിരിക്കും, ഫ്രഷ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, പല അസുഖങ്ങളും മാറിപ്പോവുകയും ചെയ്യും. ഹൈപ്പർ ടെൻഷൻ മാറിയിട്ടുണ്ട്. ഇതേ കണക്ക് നമ്മുടെ ഈ നാട്ടിലും ഈ ഫോറസ്റ്റ് ബാത്തിങ് തുടങ്ങാം. അത് സൂക്ഷിച്ച് പറ്റിയ ആളുകളെ കൊണ്ട് വേണം ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അപകടമാകും. അവർ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ വനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ധാരാളം പല ജാതി സസ്യങ്ങൾ, അത് പല ജാതിയാണ്, അതുപോലെ പല ജാതി ജന്തുക്കൾ, അതേപോലെ തന്നെ മൈക്രോബ്സുകൾ, സൂക്ഷ്മജീവികൾ. ഇപ്പോൾ അഭിഷേകിൻ്റെ ശരീരത്തിൽ എത്രത്തോളം സൂക്ഷ്മജീവികളുണ്ടെന്ന് എനിക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല. കോടല്ല, ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് മൈക്രോബ്സ് ഉണ്ടാകും. ആ മൈക്രോബ്സ് ഇല്ലെങ്കിൽ ഈ അഭിഷേകം ഒറ്റയ്ക്കല്ല ഈ ലോകത്ത്. കാര്യം എന്ന് പറഞ്ഞാൽ അഭിഷേകിൻ്റെ വായിൽ, മൂക്കിൽ, ചെവിയിൽ, തലമുടിയിൽ, ഈ ഈസോഫാഗസിനകത്ത്, അന്നനാളത്തിനകത്ത്, അതേപോലെ തന്നെ നമ്മൾ ആമാശയത്തിൽ, അതുമുതൽ നമ്മളുടെ മലദ്വാരം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഇവർ ജീവിക്കുന്നുണ്ട്. ഇവർ വലിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാട്ടിൽ, വനത്തിൽ, ട്രീസിന് കൂട്ടിയിണക്കുന്ന ഈ ഫംഗസുകളുണ്ട്. അതിന് മൈസീലിയം നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. അത് മണ്ണിനടിയിലാണ്, അത് കിലോമീറ്ററുകളോളം ഉണ്ടാവും. ഈ മൈസീലിയത്തിലൂടെ വൃക്ഷങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം. ഇവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു പെസ്റ്റ് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, പെട്ടെന്ന് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അറിഞ്ഞ ഉടനെ അടുത്ത് നിൽക്കുന്നതിനും പ്രൊഡ്യൂസ് ചെയ്യും. അത് ഈ മൈസീലിയൻ നെറ്റ് മുഖാന്തരം ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഫംഗസുകളുണ്ട്, ധാരാളം മൈക്രോബ്സുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഇക്കോ സിസ്റ്റമാണത്. ഇത് അവിടെ എന്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്നറിയാം എങ്ങനെ? അവിടുത്തെ മണ്ണ്, അവിടുത്തെ ജലം, അതേപോലെ തന്നെ അവിടുത്തെ വായു. ഇത് നാട്ടിലെ വായു അല്ല, വളരെ ശുദ്ധമായ ഒരു 16% ഓക്സിജൻ അന്തരീക്ഷത്തിൽ കാട്ടിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ സുഖകരമായ എന്ന് പറഞ്ഞാൽ എൻവിറോൺമെൻറ്റ് നമ്മൾ പറയൂലേ, പരിസ്ഥിതി എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതായത് ജീവൻ്റെ നിലനിൽപ്പിനും ഉൽപ്പത്തിക്കും ആധാരമായ 3 ഘടകങ്ങളാണ് എയറും വാട്ടറും സോയിലും. ഇത് മൂന്നും പൊല്യൂട്ടഡ് ആയിക്കഴിഞ്ഞാൽ ലൈഫ് സർവൈവ് ചെയ്യില്ല. അപ്പോൾ ഇത് പൊല്യൂട്ടഡ് അല്ല, അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ അവിടെയാണുള്ളത്. പിന്നെ നമ്മൾ ഈ ആളുകൾ ചെന്ന് അത് പൊല്യൂട്ടഡ് ആക്കാതിരുന്നാൽ മതി. അത് മാത്രമല്ല, ഇൻഡിജീനിയസ് ആയിട്ടുള്ള ധാരാളം ജനങ്ങളും അതിനകത്തുണ്ട്. അവർ ഈ കാടുമായി ഇഴുകിച്ചേർന്ന് ദേ ആർ ലിവിങ് ഇൻ ഹാർമണി. അപ്പോൾ പരസ്പരം കൊടുത്തും എടുത്തും ജീവിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. ഞാനൊക്കെ കാട്ടിൽ ഫീൽഡിൽ പോകുന്ന സമയത്തൊക്കെ
ഞാൻ അങ്ങനെ ഓടി ഒന്നും പോകില്ല. എൻ്റെ കൂടെ വരുന്നവരെല്ലാം വളരെ വേഗത്തിലങ്ങ് പോകും. ഞാൻ ഓടിയൊന്നും പോകില്ല. ഞാൻ പതുക്കെ ഒരു ട്രീയെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഫീബിൾ ട്രീ ആണെങ്കിൽ, ഒരു ആരോഗ്യം ക്ഷയിച്ച ട്രീ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തായിരിക്കും ഇതിൻ്റെ കാരണം, ചുറ്റും നിൽക്കുന്നവരൊക്കെ നല്ല ഇതാണല്ലോ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടെത്താൻ ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഡെഡ് ട്രീ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഡെഡായിട്ടുള്ളത്? ഇപ്പോൾ ഉദാഹരണത്തിന് നിലമ്പൂർ ഞാൻ ഒരു തേക്ക് തോട്ടം മുറിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ ഈ റോസ് വുഡുകളുണ്ടായിരുന്നു, ഈട്ടി മരങ്ങൾ. അപ്പോൾ അന്ന് സർക്കാർ പറഞ്ഞ് നിങ്ങൾ തോട്ടം മുറിക്കുമ്പോൾ ആ ഈട്ടി നിലനിർത്താം, 76 സെൻറ്റിമീറ്ററിൽ ചുറ്റളവിൽ കുറഞ്ഞുള്ളതൊക്കെ നിലനിർത്താൻ പറഞ്ഞു. ഞാനത് നിലനിർത്തി ഫൈനൽ ഫെല്ലിങ് കഴിഞ്ഞപ്പോൾ 1 മാസമായില്ല, അതിന് മുമ്പ് ആ ഈട്ടി മരങ്ങളെല്ലാം ഉണങ്ങി. അപ്പോൾ ഇവർ തമ്മിലൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത് നിന്ന് മരങ്ങൾ തമ്മിൽ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഈട്ടിക്ക് വേറെ സ്വഭാവമുണ്ട്, മറ്റ് മരങ്ങളുടെ ഭക്ഷണം എടുക്കുകയും ചെയ്യും. വേര് ഒന്തിയിട്ടേ അതിൻ്റെ ജലം അതിൽ നിന്നും പിടിച്ചെടുക്കും. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് അതെല്ലാം അങ്ങനെ പോയത്. മിക്കവാറും തേക്ക് മുറിച്ചെടുത്ത തോട്ടങ്ങളിൽ നിന്നിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഈട്ടി മരങ്ങളെല്ലാം നശിച്ചു. അപ്പോൾ ഇന്നെന്താ പറയുക, ഞാൻ പറയാൻ കാര്യം ഇതൊരു പരസ്പര ബന്ധപ്പെടുന്ന ഒരു ഹാർമണിയിൽ ജീവിക്കുന്ന ഒരു സാധനമാണ്. വളരെ സെൻസിറ്റീവും ഡെലിക്കേറ്റുമാണ് വനമെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വനമെന്ന് പറഞ്ഞാൽ ഈ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വനങ്ങളാണ്. ഇതിലിപ്പോൾ പശ്ചിമഘട്ടത്തെ തന്നെ യുനെസ്കോ വേൾഡ് ഹോട്ട്സ്പോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം കാണപ്പെടുന്ന എൻഡമിക് ആയിട്ടുള്ള ചില സ്പീഷീസുകളുണ്ട്. ഇത് ലോകത്തോടെ പോയാലും കാണില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ നേരത്തെ സിംഹവാലൻ കുരങ്ങ്, വരയാടുകൾ, നീലഗിരി താറ്, ഇത് ഇവിടെ ഉള്ളൂ, ഈ പശ്ചിമഘട്ടത്തിലേ ഉള്ളൂ, വേറെ എവിടെ പോയാലും കാണില്ല, ലോകത്തൊരിടത്തുമില്ല, വേറെ എവിടെ ഇല്ല. അപ്പോൾ അതിനെ എൻഡമിക് സ്പീഷീസ് എന്ന് പറയും. അപ്പോൾ ഈ സ്പീഷീസൊക്കെ ഇവിടെ വേണ്ടേ? ഇതിലൊക്കെ ത്രെട്ടൻഡായി പോയിട്ടുണ്ട്. മനുഷ്യൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിത രീതി കൊണ്ടും സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്പീഷീസുകൾ ഡേ ബൈ ഡേ ഇല്ലാതായി, വംശനാശ ഭീഷണി. അങ്ങനെ ത്രെട്ടൻഡ് സ്പീഷീസായി മാറും. പിന്നെ അത് ഈ ലോകത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായി പോകും. അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് സ്പീഷീസുകൾ. അത് ഏതൊക്കെ തന്നെയാണ് പണ്ട് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും? ഇപ്പോൾ ഉദാഹരണത്തിന് ഇലിപ്പ എന്ന് പറയുന്നൊരു മരമുണ്ട്. ഈ ഇലിപ്പ നമ്മളെ കാട്ടിലുണ്ടായിരുന്നതാണ്. ഇലിപ്പ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ കൊല്ലത്ത് ഒരു കാവുണ്ട്, കാവ്. ഈ കാവിൽ ഈ ഇലിപ്പയെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഇലിപ്പ ഇന്ന് വനംവകുപ്പ് ഓടിച്ചെന്ന് അതിനെ സംരക്ഷിക്കും. ഒരെണ്ണമുള്ളൂ? ഒരെണ്ണം 2-3 ഉണ്ട് അതിനകത്ത്. അതിനെ സംരക്ഷിക്കുന്നുണ്ട് ഇലിപ്പയെ. അപ്പോൾ അതേ കണക്ക് ധാരാളം സ്പീഷീസുകൾ, ആനിമൽ സ്പീഷീസുകളും പോയിട്ടുണ്ട്. അപ്പോൾ ആനിമൽസ്, ട്രീസ്, പ്ലാന്റ്സ്, മൈക്രോബ്സ്, അതേപോലെ ഇൻഡിജീനിയസ് പീപ്പിൾ, ഇവരെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു ഇക്കോളജിയാണ് വനം എന്ന് പറയുന്നത്. ഈ ആനിമൽസിൽ മേജറായിട്ട് ഇവിടെ പണ്ടുണ്ടായിരുന്നതും അത് ഏകദേശം 90കളിലൊക്കെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായിട്ടുള്ള മൃഗങ്ങൾ, അങ്ങനെ പറയാനുണ്ടോ? അങ്ങനെ പറയാനെന്ന് പറഞ്ഞാൽ തീർത്ത് ആൾമോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് ആയതിന് ഇവിടെ നമ്മളിവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തെന്ന് പറഞ്ഞാൽ ഒരു റോഡൻ്റ് ഉണ്ടായിരുന്നു, അത് പസഫിക് ഓഷനിലാണ്. പസഫിക് ഓഷനിൽ ചില ആ ജലനിരപ്പിൽ നിന്ന് ഒരു 10 അടി ഉയരത്തിൽ നിൽക്കുന്ന ചില ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു റോഡൻ്റ്, ഒരു കരണ്ട് തീനി ഉണ്ടായിരുന്നു. അത് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പേര് ഓർക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ജീവി ഒരിക്കൽ എന്തെന്നറിയാം, ഈ അന്തരീക്ഷത്തിലെ താപം കാരണം അവിടുത്തെ ഐസ് ഉരുകി വെള്ളത്തിലൂടെ വന്നിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഈ 10 അടി ദ്വീപ് അങ്ങ് മുങ്ങിപ്പോയി. പസഫിക് ഓഷനിലാണ് മുങ്ങിപ്പോയി. അങ്ങനെ മുങ്ങിപ്പോയോടുകൂടി ആ റോഡൻ്റ് ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള പലതും ഇനി അപ്രത്യക്ഷമാകും. നീലഗിരി താറിനെ നമ്മൾ സംരക്ഷിച്ചല്ലേ ഒക്കെ വരയാടുകൾ. അവിടെ പശ്ചിമഘട്ടത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ ആ സാധനം പോയില്ലേ. അതുപോലെ നമ്മൾ അറിയാതെ എത്രയോ സ്പീഷീസുകൾ ഇല്ലാതായി പോകുന്നു. അപ്പോൾ വനം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളടുത്ത് ചോദിച്ചാൽ പലർക്കും ഇതിൻ്റെ ഉള്ളറകളെക്കുറിച്ച് ശരിക്കും ഒന്നും അറിയില്ല, മനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ആളുകൾ. എന്ന് പറഞ്ഞാൽ നേച്ചറിൽ നിന്നും വിട്ടുപോയതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. നേച്ചർ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്നാണ് ആ രോഗത്തിന് പറയുന്നത്. ഈ രോഗം എല്ലാവർക്കും ഉണ്ട്, നേച്ചർ ഡെഫിഷ്യൻസി ഡിസോർഡർ. അതുകൊണ്ടാണ് മനുഷ്യ ആത്മഹത്യ ചെയ്യുന്നതും
ടെൻഷൻ സഹിക്കാതെ വരുമ്പോൾ പലത് ചെയ്യുന്ന പല രോഗങ്ങളും കോർട്ടിസോളും ഒക്കെ ഉണ്ടാകുന്നതും കൊളസ്ട്രോളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നേച്ചർ ഡെഫിഷ്യൻസി ഡിസോർഡർ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ട്. പിന്നെ വനം എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി വനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ രീതിയിലാണ് പറയുക. അപ്പോൾ നിലമ്പൂരിൽ രാജകുടുംബത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ഏതായത് നിലമ്പൂർ പിന്നെ ഗോദവർമ്മ തിരുമുൽപ്പാട്. അദ്ദേഹത്തെ വനംവകുപ്പിന് മാറ്റി നിർത്താനൊക്കില്ല. സുപ്രീം കോടതിയിൽ നിന്ന് വലിയ ഒരു വിധി ഉണ്ടാക്കിച്ച ആളാണ്. ഗോദവർമ്മ തിരുമുൽപ്പാട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തു ഈ വനത്തിനെ കുറിച്ച്. ആ ലിറ്റിഗേഷൻ തീർപ്പാക്കിക്കൊണ്ട് കോടതിയാണ് ആദ്യമായിട്ട് എല്ലാവർക്കും വേണ്ടി, ഇന്ത്യയിലുള്ള എല്ലാവന്മാർക്കും വേണ്ടി ഒരു നിർവചനം പറഞ്ഞ വനത്തിനെ കുറിച്ച്. കോടതിയുടെ മുന്നിൽ ഈ ഇക്കോളജി ഒന്നും ഒരു പ്രശ്നമല്ല. കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആൾ ഏരിയാസ്, കാണപ്പെടുന്ന ഏത് ഭൂപ്രദേശവും റെക്കോർഡഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആസ് ഫോറസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി എനി ഗവൺമെൻറ് റെക്കോർഡ്, സർക്കാർ രേഖയിൽ എവിടെയെങ്കിലും ഫോറസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് പൊസഷൻ, ആരുടെയെങ്കിലും കൈവശമാണെങ്കിലും പ്രശ്നമില്ല, എന്ത് തന്നെയായാലും ശരി, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് വനം. അപ്പോൾ ഡിസ്പ്യൂട്ടുകളൊക്കെ അവസാനിക്കും. ഇപ്പോൾ ഫ്രിഞ്ച് ഏരിയയിൽ നിൽക്കുന്ന ആളുകളും ഈ ഫോറസ്റ്റും തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. കോടതിക്കും തറഞ്ഞാൽ മതി ഇത് ഫോറസ്റ്റ് ആണെന്ന് ആര് പറയണം? സർക്കാർ പറയണം. അപ്പോൾ സർക്കാർ രേഖയിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിസർവ് ഫോറസ്റ്റ് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ നോട്ടിഫിക്കേഷനുണ്ട്. എല്ലാ റിസർവ് ഫോറസ്റ്റും സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ തന്നെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അവരാണിത് റിസർവ് ഫോറസ്റ്റുകളൊക്കെ ആക്കി മാറ്റിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫോറസ്റ്റ് ഒരു ഇക്കോളജി ആണെങ്കിലും എല്ലായിടവും അങ്ങനെ അല്ല. ഒരുപാട് ജീവജാലങ്ങളെ കാണപ്പെടില്ല ഫോറസ്റ്റിനകത്ത് തന്നെ. ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും 1988 ആണ് ശരിക്കും ഒരു നല്ല വനനയം വന്ന് നിലവിൽ വരുന്നത്. 1988. അതിന് മുമ്പ് വരെ ഒരു ബ്രിട്ടീഷുകാരുടെ പോളിസിയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ തുടർന്നുകൊണ്ടിരുന്നത്. അതെന്താണ് പ്രധാന പണിയെന്നറിയോ? അതായത് കൊമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയാണ് വനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വ്യവസായ വനം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അത് ഒരു ധാരാളം അതിനകത്തുള്ളതെല്ലാം വനം ഉൽപ്പന്നങ്ങളാണ്. അതിനകത്ത് കരിയിലെടുത്താലും ഒരു ചുള്ളിക്കമ്പെടുത്താലും എനിത്തിങ് ഫൗണ്ട് ആൻഡ് ബ്രോട്ട് ഫ്രം ഫോറസ്റ്റ് ഈസ് എ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഇപ്പം മണ്ണ് വാരിക്കൊണ്ട് വന്നാലും ഫോറസ്റ്റിൽ നിന്നാണ് എടുത്താൽ ഫോറസ്റ്റ് പ്രൊഡ്യൂസാണ്. കല്ല് പൊട്ടിച്ചാലും ഫോറസ്റ്റ് നിന്നാണ് എടുത്തെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എനിത്തിങ് ബ്രോട്ട് ഫ്രം ഫോറസ്റ്റ് ഈസ് എ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അപ്പോൾ ഫോറസ്റ്റിനകത്ത് നിന്ന് എന്ത് കരിയിൽ അടിച്ചു വാരി കൊണ്ട് പോയാലും കേസ് എഴുതാം. അത് മാത്രമല്ല, പുതിയ നിയമങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഫോറസ്റ്റിനകത്ത് കയറുന്ന ആളുകൾക്ക് മിനിമം ശിക്ഷ ഉറപ്പ് ചെയ്തിട്ടുണ്ട്. 1 വർഷം ജയിലിൽ കിടക്കുന്ന പണിയാണ് ഫോറസ്റ്റിനകത്ത് പോയി കയറിയ. അങ്ങനെ വെറുതെ ആരും പോയി കയറണ്ട, പെർമിഷൻ ഇല്ലാതെ അതിക്രമിച്ച് ട്രസ്പാസ് എന്നാണ് അതിന് പറഞ്ഞത്. അത് നിയമപരമായ വശമാണ്. പക്ഷേ ഈ ഫോറസ്റ്റ് നമ്മുടെ ഈ കേരളത്തിൽ ഒരു 1/3 കരഭൂമിയുടെ 1/3 വേണമെന്ന് ആദ്യമായി പറഞ്ഞ 88 ഫോറസ്റ്റ് പോളിസിയിലാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് എത്രത്തോളം കരഭൂമിയുണ്ടോ ആ കരഭൂമിയുടെ 1/3 ഫോറസ്റ്റ് ആയിരിക്കണം എന്ന് ഈ ഫോറസ്റ്റ് പോളിസിയിൽ ആ രീതിയിലുള്ള പോളിസി വേണം നടപ്പിലാക്കാൻ. അപ്പോൾ സ്കോപ്പ് മാറി എന്ന് പറഞ്ഞാൽ ഈ വന സംരക്ഷണത്തിൻ്റെയും വനപരിപാലനത്തിൻ്റെയും ഒരു രീതി അങ്ങോട്ട് മാനേജ്മെൻറ്റ് മാറിയത് 1988 ഇത് വന്നതോടുകൂടിയാണ്. കേന്ദ്ര വന നയം, സെൻട്രൽ ഫോറസ്റ്റ് പോളിസി നിലവിൽ വന്നതോടുകൂടിയാണ്. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോഴും ഇങ്ങനെയാണ്. പക്ഷേ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഏതാണ്ട് ഈ കേരളത്തിൽ മൊത്തത്തിൽ 1529-30 അപ്രോക്സിമേറ്റ് 1530 ഹെക്ടർ വനഭൂമി, ചതുരശ്ര കിലോമീറ്റർ വനഭൂമി ഇവരെന്ത് ചെയ്തു? വെട്ടി മാറ്റിയിട്ട് വെട്ടി നീക്കം ചെയ്തിട്ട് അവിടെയെല്ലാം ഈ മോണോകൾച്ചർ തുടങ്ങി, തേക്ക് കൃഷി തുടങ്ങി. പിന്നെ ആ തേക്ക് കൃഷി അല്ലാതെ ഞാൻ ഈ പറഞ്ഞ 1529 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും അതിനകത്ത് ടീക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ടീക്കാണ്. ചതുരശ്ര കിലോമീറ്ററും ഹെക്ടറെല്ലാം പറഞ്ഞ് ചതുരശ്ര കിലോമീറ്റർ. കേരളം തന്നെ 32,863 ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ കേരളം. അതിൽ തന്നെ 1500 ചില്ലുവാനും
ചതുരശ്ര കിലോമീറ്റർ നശിപ്പിച്ചു. ഇവർ വെട്ടിമാറ്റിയിട്ട് അവിടെ ടീക്ക് കൃഷി തുടങ്ങി. ഈ ടീക്ക് കൃഷി നിലമ്പൂർ കേന്ദ്രീകരിച്ച് അവർ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ കൊനോളി സാഹിബില്ലേ, മലബാർ കളക്ടറായിരുന്ന കൊനോളി സാഹിബ്, HV കൊനോളി, അയാൾ മലബാർ കോഴിക്കോട് കളക്ടറായിരുന്നപ്പോഴാണ് അയാൾ ഈ ടീക്ക് കൃഷി ഇവിടെ തുടങ്ങിയത്. അന്ന് ഒരു കൺസർവേറ്റർ നിയമിച്ചിരുന്ന ഒരു ബ്രിട്ടീഷുകാർ, ചാത്തുമേനോൻ എന്ന് പറയുന്ന ഒരാൾ നിലമ്പൂരുള്ള. അപ്പോൾ അയാളെ ഉപയോഗിച്ചാണ് ഈ പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അയാളെ തന്നെ പറയുന്നത് ലോകത്തെ ആദ്യത്തെ ദ ഫാദർ ഓഫ് ദി ഇന്ത്യൻ ടീ പ്ലാന്റേഷൻസ് എന്നാണ് അയാളെ പറയുന്നത്. ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ഇതിൽ പറയുന്നത് അങ്ങനെയാണ്. കാര്യം വേറെ ആരും അങ്ങനെ പ്ലാന്റ് ചെയ്തിട്ടില്ല എങ്ങും ടീക്കാന് മുമ്പ്. അപ്പോൾ അദ്ദേഹം ചാലിയാറിൻ്റെ തീരത്താണ് ഇത് പ്ലാന്റ് ചെയ്യുന്നത്. ചാലിയാറിൻ്റെ തീരത്ത് 1840 തുടങ്ങി പ്ലാന്റിങ്. 1846 ആ പ്ലാന്റേഷൻ പ്ലാന്റ് ചെയ്ത് തീരുന്നത്. അപ്പോൾ ഏതാണ്ട് 150ഓളം വർഷത്തെ പഴക്കമുള്ള തേക്കാണത്. അതിൽ ബാക്കി തേക്കുകളൊക്കെ മുറിച്ചെടുത്തിട്ട് 117 നിലനിർത്തി. അത് നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ശരിക്കും 88 ഫോറസ്റ്റ് പോളിസിയിലാണ് പുറത്തേക്ക്. കൺസർവേഷൻ സംരക്ഷിക്കണമെന്ന് പരിപാലനം അങ്ങനെ ഒരു പ്രിസർവേഷൻ പ്ലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രിസർവേഷനും കൺസർവേഷനും രണ്ടാണ്. ഇപ്പോൾ ഒരു വനഭൂമി നമ്മൾ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ ആ വനഭൂമിക്ക് അകത്ത് നിന്ന് മറ്റ് സസ്റ്റൈനബിളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങൾക്കോ സസ്യജാലങ്ങൾക്കോ ഒന്നും കേടുകൂടാത്ത രീതിയിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം, എടുക്കാം. ഇപ്പോൾ ആദിവാസികൾ ചെയ്യുന്ന ഒരു അൺസസ്റ്റൈനബിൾ പരിപാടി ഞാൻ നേരിട്ടൊരിക്കൽ കണ്ടിട്ടുണ്ട്. അതായത് നെല്ലിക്കയുടെ സമയമാകുമ്പോൾ യവന്മാർ അങ്ങ് ഇറങ്ങും, കാട്ടുനെല്ലിക്ക. അപ്പോൾ കുടുംബസമേതമായിരിക്കും പോകുന്നത്. പോയിട്ട് ഒരു ദിവസം ഞാൻ കണ്ടൊരു സംഭവമാണ്. ഈ അറനാടൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളും അയാളെ ഭാര്യയും 2-3 കുട്ടികളും ഇവിടെ ഇരുന്നിട്ട് പുള്ളിക്കാർ ചെയ്ത പണിയെന്ന് പറയാം, ആ നെല്ലിക്ക മരം മുറിച്ചിട്ടിട്ട് അതിൽ നിന്ന് പിള്ളേരും ഭാര്യമാരും എല്ലാം കൂടി ഇരുന്ന് നെല്ലിക്ക പറക്കിടും. വലിയ മരമാണ്. അപ്പം നിറയെ നെല്ലിക്കയുണ്ട്. ഇത് അൺസസ്റ്റൈനബിൾ ഹാർവെസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതില്ല. അടുത്ത വർഷം ഒന്ന് വിളവെടുക്കാൻ അടുത്ത വർഷം സാധനം ഇല്ല. ഇതിനാണ് നമുക്ക് ഈ സസ്റ്റൈനബിലിറ്റി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമെന്ന് എനിക്ക് അന്ന് അവിടെ വെച്ച് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ പേരിൽ പിന്നെ ഞാൻ കേസൊന്നും എഴുതിയില്ല. പിന്നെ അന്ന് പക്ഷേ കേസ് എഴുതിയില്ലെന്ന് പറഞ്ഞാൽ തന്നെ കുഴപ്പമാണ്. പക്ഷേ അവർ ട്രൈബ്സ് അല്ലേ, അവരതിനകത്തുള്ള അവനെ പറഞ്ഞ് വിലക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവൻ വിചാരിച്ചെന്തെന്നറിയാം, വേറൊരാൾ വന്ന് പറിക്കാൻ വരുന്നതിന് മുമ്പ് മരം മുറിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ്റെ 2 കൈ കൊണ്ട് മാത്രമല്ല അവൻ്റെ ഭാര്യയുടെ കൈ കൊണ്ടും മക്കളെ കൈ കൊണ്ടും എല്ലാ കൈ കൊണ്ടും മുറിച്ചെടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവ ഇതെല്ലാം പെട്ടെന്ന് ശേഖരിച്ചെടുത്തത്. പക്ഷേ അവൻ അടുത്ത വർഷം ഇത് വേണ്ടേ, കിട്ടുമല്ലോ. അപ്പോൾ ഈ സസ്റ്റൈനബിളായിട്ട് മരത്തിൽ കയറി പറിക്കാം. അതേപോലെ തന്നെ ഈ പുഴയിൽ ഇവന്മാർ ചെന്നിട്ട് അതിൻ്റെ ഇക്കോളജി തകർക്കത്തക്ക രീതിയിൽ കോപ്പർ സൾഫേറ്റ് കലക്കും. കോപ്പർ സൾഫേറ്റ് കലക്കി കഴിഞ്ഞാൽ മീനെല്ലാം കണ്ണ് കാണാൻ വയ്യാതെ നീറ്റിലെടുത്ത് ഓടും. വലയിട്ട് പുറത്തുനിന്ന് മേടിക്കും, വലയിട്ട് പിടിച്ചെടുക്കും, മൊത്തത്തിൽ വലിച്ച് കരയ്ക്ക് കയറ്റും. കുഞ്ഞുങ്ങളും മക്കളും എല്ലാം മുട്ട എല്ലാം അടക്കം വലിച്ചു കയറ്റും. അതൊരു ഭയങ്കരമായ ആർത്തിയാണ് മനുഷ്യൻ്റെ. അത്രയും വലിച്ചു കയറ്റിയിട്ട് ഇവ എന്തെന്ന് പറയുക, അവൻ ആവശ്യമുള്ള എടുക്കും, പുറത്ത് കൊണ്ടുപോയി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. ഒറ്റ അടിക്ക് വാരി എടുക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ ഒരു ആർത്തിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കുറ്റമാണ്, സമൂഹത്തോട് മൊത്തത്തിൽ ചെയ്യുന്ന കുറ്റം. ഇത് അൺസസ്റ്റൈനബിൾ ഫിഷിംഗ് ആണ്. അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളവനെ അവന് ചൂണ്ടയിട്ട് എടുക്കാം, വലയിട്ട് സ്വന്തം ആവശ്യത്തിന് എടുക്കാമല്ലോ. അങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സസ്റ്റൈനബിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന മേഖലകളിൽ ഉള്ള രീതിയാണ് നമ്മൾ ഈ കൺസർവേഷൻ എന്ന് പറയുന്നത്. എടുക്കാം, പക്ഷേ നിലവിലുള്ളതിന് കേടുപാടുകൾ കൂടാതെ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അൺസസ്റ്റൈനബിൾ ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇതേപോലെ തന്നെ പ്രിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചാത്തുമേനോൻ്റെ ഒരു പ്ലോട്ടുണ്ട് നെല്ലിക്കുത്തിൽ. ചാത്തുമേനോനും വേണമല്ലോ ഒരു പ്ലോട്ട്, അയാളുടെ പേര് അങ്ങനെ നെല്ലിക്കുത്തിലൊരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പെർമനൻ്റ് ആയിട്ട് പ്രിസർവ് ചെയ്യുന്നൊരു പ്ലോട്ടാണ്. അത് പ്രിസർവേഷൻ, അത് പിന്നെ മുറിക്കുന്നില്ല. അതേപോലെ തന്നെ 1846 പ്ലാന്റ് ചെയ്ത ആ പ്ലാന്റേഷന് കളക്ടറുടെ പേരാണ് ഇരിക്കുന്നത്, കൊനോളി സാഹിബിൻ്റെ പേരാണ് ഇരിക്കുന്നത്, കൊനോളി പ്ലാന്റേഷൻ. ഈ പ്ലാന്റേഷനിൽ ഉള്ള തേക്ക് അത് ചാലിയാറിൻ്റെ തീരത്താണ്. ചാലിയാറിൻ്റെ തീരത്തുള്ള മണ്ണ് നല്ല മണ്ണാണ്, ഇതിന് അനുയോജ്യമായ മണ്ണാണ്, വളക്കൂറുള്ള മണ്ണാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് നെല്ലിക്കുത്ത് ഭാഗത്ത് ഉള്ള പുഴയുണ്ട്. ആ പുഴയുടെ തീരത്ത് പുന്നപ്പുഴ,
ആ പുഴയുടെ തീരത്തും ഉള്ള ചാത്തുമരം പ്ലോട്ടുണ്ട്. അതും അവിടുത്തെ മണ്ണ് നല്ല മണ്ണാണ്. പക്ഷേ ഈ ഇവിടുത്തെ തേക്കും അവിടുത്തെ തേക്കും കാറ്റിൽ വീണിട്ട് അത് ക്രോസ് കട്ട് ചെയ്തപ്പോൾ കണ്ട ഒരു രംഗമുണ്ട്. ക്രോസ് കട്ട് ചെയ്തപ്പോൾ കുറേ കൂടെ ഗോൾഡൻ കളറ് മറ്റടുത്ത തേക്കിനായിരുന്നു, പുലിപ്പുഴയുടെ അവിടെയുള്ള നെല്ലിക്കുത്ത് തേക്കിനായിരുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോഴാണ് പിന്നെ എന്താണെന്ന് പറയുക, തേക്കിന് നിലമ്പൂർ തേക്ക് ലോകപ്രശസ്തമാണെങ്കിലും ഈ നിലമ്പൂർ തേക്ക് ഇങ്ങനെ ഈ ലോക്കലൈസ് ചെയ്തിട്ട് അതിനെ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ 1 ടീക്ക് എന്ന് പറയുന്നത് ഈ നെല്ലിക്കുത്ത് തേക്കാണ്. അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഗ്രെയിൻസും അതിൻ്റെ ഓയിൽ കണ്ടൻറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ എടുത്ത് വെച്ച് നോക്കുക, ഇത് കാണുമ്പോൾ ഇത്തിരി ബ്രൗൺ കളർ വരും, ബ്രൗൺ കളറുണ്ട്. അങ്ങനെ ഇതിങ്ങനൊരു കമ്പാരിസൺ നടത്താം നമുക്ക്. ഇതിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഇതിങ്ങനെ ഒന്ന് നോക്കിയാലും അതിൻ്റെ നിറത്തിലെ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ വേണം ജോലി ചെയ്യാൻ. ഇത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഫോറസ്റ്റിൽ, ഈ ജോലി ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് ശരിക്കും ഈ വനം വകുപ്പിലെ മുൻനിര ജീവനക്കാരാണ്. അവരാണ് ഇതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കുന്നതും എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്, വനത്തെ സംരക്ഷിക്കുന്നത്. വനം സംരക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രിസർവേഷനും കൺസർവേഷനും അവരുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന 88 ഫോറസ്റ്റ് പോളിസി ഒരു വലിയ ഷിഫ്റ്റാണ് ഉണ്ടാക്കിയത്. എന്നാലും 8-9 വർഷക്കാലം ഈ പ്ലാന്റ് ചെയ്തതെല്ലാം ഹാർവെസ്റ്റ് ചെയ്തെടുക്കണ്ടേ, അത് മുഴുവൻ മുറിച്ച് വിറ്റു. എന്നിട്ട് വീണ്ടും അവിടെ എന്ത് ചെയ്തു, പ്ലാന്റ് ചെയ്തു. അപ്പോൾ പ്ലാന്റിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ചുരുക്കി പറഞ്ഞ നിലമ്പൂരിൽ ഏതാണ്ട് 1000 പിന്നെ സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തുള്ള തേക്ക് തോട്ടങ്ങളൊക്കെ എന്ത് ചെയ്തു, അത് മുഴുവൻ ഈ തേക്ക് തോട്ടങ്ങളെന്ന് പറയുമ്പോൾ മോണോകൾച്ചർ എന്ന് പറഞ്ഞാൽ വീണ്ടും തേക്ക് നട്ട് ഇപ്പോൾ പഴയ ഒരു ഈൽഡില്ല. അവർ ഒരു മണ്ണിൽ ഒരേ കൃഷി മോണോകൾച്ചർ തന്നെ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ പ്രശ്നം വരും. അതുകൊണ്ട് എന്തെന്നറിയാം ഇപ്പോൾ ചെയ്യുന്ന പണി എന്തെന്നറിയാം, ഇപ്പോൾ ചെയ്യുന്നത് മണ്ണെടുത്തുകൊണ്ട് പോയി പിന്നെ മണ്ണ് സംരക്ഷണ വകുപ്പിൽ കൊടുത്തിട്ട് പരിശോധിക്കും, അതിലെന്തെങ്കിലും ന്യൂട്രിയൻസ് കുറവുണ്ടോ എന്ന് നോക്കുക. ആ ന്യൂട്രിയൻസ് കുറവുണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യാം. അപ്പോൾ വനഭൂമിയിൽ മണ്ണ് വളം ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങി. NPK എന്ന് പറയുന്ന വളം ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് തേക്ക് തേക്കും. പക്ഷേ ഇത് ഒരു വലിയ പ്രശ്നം ഈ അടുത്ത കാലത്തായിട്ട് നിലമ്പൂരുണ്ടാക്കിയിട്ടുണ്ട്. ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഇതിലൊരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് പലരും വിചാരിക്കും എന്താ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റും ഈ പുതിയ തേക്ക് തോട്ടത്തിൻ്റെ പിന്നെ ഇതുമായിട്ട് എന്താ പ്രശ്നം എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു തേക്ക് തോട്ടമുള്ളൊരു സ്ഥലമുണ്ടായിരുന്നു. ആ തേക്ക് തോട്ടത്തിൽ പോയി ഇരുന്നിട്ട് 60 വർഷം പഴക്കമുള്ള തേക്കാണ്, മുറിക്കാതെ നിർത്തിയിരിക്കുകയാണ്. ആ തേക്ക് തോട്ടത്തിനകത്ത് ആന കൂട്ടമായി വന്നിട്ട് ആന പ്രസവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. തേക്ക് തോട്ടത്തിൽ അതിനെ പുളയ്ക്കപ്പാറ എന്ന സ്ഥലത്തിന് പറയുന്നത്, അതിനെ ആനയുടെ പ്രസവ വാർഡ് എന്നാണ് ആദിവാസികൾ പറയുന്നത്. പ്രസവിക്കാനുള്ളപ്പോൾ അവിടെ വരും സുഖമായിട്ട്, അവിടെ പുല്ലുണ്ട്, അതാണ് കാരണം, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്, തേക്ക് മരങ്ങൾ നിൽപ്പുണ്ട്. ഇതൊക്കെ ബ്രിട്ടീഷുകാർ എങ്ങനെ വളർത്തിയെടുത്തെന്ന് എനിക്കറിയില്ല. അവിടെ തേക്ക് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇവർ പുതിയ തേക്ക് വെച്ച് പിടിപ്പിച്ചപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവും ഇതിനെ തേക്ക് വെച്ച് പിടിപ്പിക്കാൻ. അതിനകത്ത് ഒരു പ്രൊവിഷൻ വെച്ച് തേക്ക് തൈ വെച്ചിട്ട് അതിന് ചുറ്റും ഫെൻസിയാണ്, സോളാർ ഫെൻസിങ്. ഈ സോളാർ ഫെൻസിങ്ങിനൊരു പ്രശ്നമുണ്ട്. ഇത് ആന കയറാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. ഈ സോളാർ ഫെൻസിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആനയ്ക്ക് ഇതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കിയാൽ അധിക സമയം വേണ്ട. ആന മനസ്സിലാക്കും. ഈ കൊമ്പന്മാരുടെ കൊമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഈ കൊമ്പ് ഒരു പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഒരു കണ്ടക്ടറല്ല. കൊമ്പിൽ ഈ കമ്പി തട്ടിയാൽ കറണ്ട് അടിക്കില്ല ആനയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അത് ആനയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൊമ്പുണ്ടാവാൻ ഇത് ഉയർത്തി നോക്കുമ്പോൾ തട്ടുന്നില്ലെന്ന് കണ്ടിട്ടേ അങ്ങനെ എടുത്തളയും. പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ ഇത് ആനയുടെ സ്ഥിരം നടക്കുന്ന ഒരു വഴി, ആനയുടെ പ്രസവ വാർഡായൊരു സ്ഥലം, അങ്ങനെയുള്ള സ്ഥലത്ത് ഇവർ ഫെൻസിങ് സോളാർ ഫെൻസിങ് ഇട്ട് ആനയെ ഷോക്ക് അടിപ്പിക്കാൻ തുടങ്ങിയാൽ ആന ഇത് എടുത്ത് കളയും. ആനയ്ക്കൊരു സ്വഭാവമുണ്ട്, ആന നടന്നു പോകുന്ന വഴിയിൽ പുതിയൊരു സാധനം കണ്ടാൽ ആന എടുത്ത് കളയും, ആന പൊട്ടിച്ച് കളയും. പക്ഷേ അന്ന് നിലമ്പൂരും മിക്കവാറും പ്ലാന്റ് ചെയ്ത എല്ലാ തോട്ടത്തിലും സോളാർ ഫെൻസ് ചെയ്തു. 4-5 മാസത്തിനുള്ളിൽ ഇതെടുത്തു. സർക്കാരിന് എന്തുമാത്രം നഷ്ടമുണ്ടായി. എന്തായിരുന്നു ഇതിൻ്റെ ആവശ്യം? ആന കയറാതിരിക്കാൻ. ആന ഉള്ള സ്ഥലമാണ് അവിടെ, ആനയുടെ വാസസ്ഥലമാണ്. ഇതിനെ ഒരുതരം ഫ്രാഗ്മെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. തുണ്ടുകളായി തിരിച്ച് ആനയുടെ സഞ്ചാര മാർഗം തടയുക.
ഇത് നാട്ടിലിറങ്ങുന്ന ആനയ്ക്ക് അവിടെ ഫെൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആന പൊളിക്കും, വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മൾ ട്രെഞ്ച് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആന പുറത്ത് വരുന്നതിന് ട്രെഞ്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ട്രെഞ്ച് കടന്ന് ഈ ട്രെഞ്ച് തുടങ്ങുന്നൊരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടേക്ക് പോകും ആന. എന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പൊട്ടിച്ച് പുറത്തിറങ്ങും. അങ്ങനെ ട്രെഞ്ച് കടന്ന് പുറത്ത് വരുന്ന ആനയെ തിരിച്ച് കാട്ടിലേക്ക് തെളിക്കണമെങ്കിൽ എന്ത് പ്രയാസമാണെന്ന് ട്രെഞ്ച് മൂടണം. ഇപ്പോൾ അത്ര പ്രയാസമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ഫലപ്രദമായ കാര്യങ്ങളൊന്നും തന്നെയല്ല. ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നിലനിൽക്കുക തന്നെ ഉള്ളൂ. നിലമ്പൂരിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇതെല്ലാം മിക്കവാറും ഈ ഫെൻസിങ് ചെയ്തതിന് ശേഷം ആന ഫെൻസിങ് മുഴുവൻ തകർത്തിട്ട് തേക്ക് തോട്ടം മുഴുവൻ അടിച്ച് തകർത്ത് തേക്ക് മറിച്ചിടുവോ തൈകൾ മുഴുവൻ ഒടിച്ച് ഇതിൻ്റെ പുറത്തൊരു തോലുണ്ട്. ഈ തോല് ഇതിലെങ്ങനെ വിട്ടിട്ട് ഇപ്പുറത്തൂടെ അങ്ങോട്ട് വിട്ടിട്ട് ആ തോല് മാത്രം കരണ്ടി തിന്നുന്നതാണ് ഞാൻ കണ്ടു. ചുരണ്ട് വായിൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുള ടീത്ത് കൊണ്ട് കിരിക്കിരിക്കിരിക്കിരിക്കിരാ തുരണ്ടി എടുത്തിട്ട് ഇപ്പുറത്തൂടെ പോകുമ്പോൾ തൊലി ഉണ്ടാവില്ല, അതിങ്ങനെ കുന്നുകൂടി കിടക്കും. മിക്കവാറും തോട്ടങ്ങൾ മുഴുവൻ അങ്ങനെ നശിച്ചു. അങ്ങനെ ഒരിക്കൽ ഒരു തോട്ടം, നെല്ലിക്കുത്തിൻ്റെ അപ്പുറം ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടം പിന്നെ ഈ ആന നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഫെൻസിങ് പൊട്ടിച്ച് ആന കയറിയ അടുത്ത ദിവസം പോയി നമ്മൾ ആനയെ പുറത്ത് ചാടിച്ചിട്ട് ഫെൻസിങ് വീണ്ടും ശരിയാക്കുക വീണ്ടും ഇത് വരും, വീണ്ടും പൊട്ടിക്കും, വീണ്ടും കയറും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദിവസങ്ങളോളം ഇതിനകത്ത് നിന്ന് ഓടിച്ച് തിന്ന് കളയും. അങ്ങനെ കയറി ഓടിച്ച് തിന്ന് പ്രശ്നമായി ആ തോട്ടം മുഴുവൻ ഓടിച്ചു. അവസാനം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഇതിനെ വീണ്ടും ഫെൻസ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലൈൻ്റൊക്കെ തീർത്തിട്ട് ഇതിനെ കട്ട് ബാക്ക് ചെയ്യുന്ന പറയുന്നൊരു പരിപാടിയുണ്ട്. ഈ തൈക്കുറ്റി മുറിക്കുക എന്ന് പറയും. തൈയുടെ മണ്ണിൻ്റെ നിരപ്പിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ചിട്ട് തൈക്കുറ്റി ഒറ്റ വെട്ടിന് ചരിച്ചങ്ങോട്ട് വെട്ടി മുറിക്കുക. തേക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ഭയങ്കര കോപ്പീസറാണ്. മണ്ണിന് പെട്ടെന്ന് ഇതിൽ നിന്ന് ഷൂട്ട് വരും, വെട്ടിക്കളഞ്ഞാൽ. അങ്ങനെ കോപ്പീസ് കട്ട് ബാക്ക് ചെയ്ത് കോപ്പീസ് വളർത്തി ഈ തോട്ടം സംരക്ഷിക്കാൻ നോക്കി. പക്ഷേ ഞാൻ അവിടുന്ന് പോയി അതുവരെ നമ്മൾ നോക്കുമായിരുന്നു. പടക്കമൊക്കെ മേടിച്ചു കൊടുത്ത് വാച്ചർമാരൊക്കെ അതിനകത്ത് കാവലിട്ട് ഈ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് വളർത്തിയെടുക്കണമല്ലോ നോക്കുമായിരുന്നു. ഞാൻ അവിടെ പോയതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരിക്കൽ ഞാൻ അതിലേ പോയപ്പോൾ ചോദിച്ചോ പറഞ്ഞ് തോട്ടമില്ല, ഫെൻസിങ്ങും ഇല്ല, തോട്ടമില്ല. എത്ര കോടി രൂപയാണ് ഇങ്ങനെ പാഴായി പോകുന്നത്. ഇത് ആനകളുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തിയുള്ള ദോഷമാണ്. മുമ്പൊരിക്കൽ ആര്യാണ സാർ ഇരുന്നപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന മുണ്ടേരിയിൽ അവിടെ 4 ആദിവാസി കോളനികൾ കാട്ടിനകത്തുണ്ട്. ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷം ഈ ആദിവാസി കോളനിയിലെ എല്ലാവരുടെയും വീട് അടിച്ചു പോയി. അവർ രക്ഷപ്പെട്ടു, വീട് മുഴുവൻ വെള്ളം എടുത്തുകൊണ്ട് പോയി. ഇവിടെ ആ ഉള്ളിലൊരു കോളനിയുണ്ട്. ആ കോളനിയിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി, കറണ്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റ്, ഒരു എസ്റ്റിമേറ്റ് ഉണ്ടായി. അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെതാണ്. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്താണ് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത്. അങ്ങനെ ആയപ്പോൾ ചെയ്തതെന്താണെന്ന് അറിയാം. അപ്പോൾ ഞാൻ അവിടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആയതുകൊണ്ട് എന്നോട് എൻ്റെ ഒരു അഭിപ്രായം DFO ചോദിച്ചിരുന്നു. അപ്പോൾ ആന പോണ വഴി ആനത്താരെ എല്ലാം എനിക്കറിയും. അപ്പോൾ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവർ ഈ കോൺക്രീറ്റ് പോസ്റ്റ് പൊഴിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഓവർ ഹെഡ് ലൈൻ വലിക്കുകയാണ്. അങ്ങനെ ലൈൻ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആനത്താരയിൽ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ ഓവർ ഹെഡ് വലിക്കരുത്, അത്രയും സ്ഥലം ഒഴിവാക്കിയിട്ടിട്ട് അടിയിൽ കൂടെ കേബിൾ ഇട്ട് വലിക്കാം. നമുക്കിത് അറിയാം ആന എടുത്തു കളയുമെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഓ അങ്ങനൊന്നുമില്ല, ഒരു 6 പോസ്റ്റ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. എന്നിട്ട് അത്രയും ദൂരത്തിൽ കേബിൾ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ റിപ്പോർട്ട് പിൻവലിച്ചു. പരിപാടി നടന്നു, പോസ്റ്റ് കുഴിച്ചിട്ട് ലൈൻ വലിച്ചു. 5 ദിവസം കഴിഞ്ഞപ്പോൾ 6 പോസ്റ്റ് ചവിട്ടി ഓടിച്ചെടുത്ത് കിടക്കാം. അതിന്ന് എനിക്ക് ഷോക്കേക്കില്ലേ? ആ പോസ്റ്റ് തന്നെ ചവിട്ടി ഓടിച്ചും കളയല്ലേ. അപ്പോൾ ഇതിങ്ങനെ വീഴല്ല, എൻ്റെ ദേഹത്ത് വേണ്ടിയിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇവരെന്തെന്നറിയാമോ, വീണ്ടും പോസ്റ്റ് വെച്ചിട്ട് വീണ്ടും അതിൽ ഈ മുള്ളുകമ്പി ഉണ്ടല്ലോ, മുള്ളുകമ്പി ചുറ്റി വെച്ച് എന്നിട്ട് 2 പോസ്റ്റ് മറിച്ച്. അപ്പോൾ ആനയുടെ ചോരയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്, കുത്തി മറിച്ചിട്ട് അതിൻ്റെ ദേഷ്യം കൊണ്ടേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതൊരു സാധുജീവിയാണ്. അതിൻ്റെ വാസസ്ഥലത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് സഹിக்க വയ്യാതെയാണ്. പോരാത്തതിന് കന്നുകാലികളെല്ലാം അടിച്ചു കയറ്റും കാട്ടിനകത്ത്. ഓരോരുത്തർ കന്നുകാലി വളർത്തുന്ന കാട് കണ്ടിട്ടാണ്. ഇപ്പോൾ അവിടെ ഒരു ട്രെഞ്ച് എടുത്ത സമയത്ത് ട്രെഞ്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, JCB വെച്ചാണ് ട്രെഞ്ച് എടുത്തുകൊണ്ട് നിന്നപ്പോൾ ആളുകൾ കൂടി. ആളുകളുടെ നിർബന്ധപ്രകാരമാണ് ട്രെഞ്ച് എടുക്കുന്നത്. കുറേ കർഷകർ വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു 3 സ്ഥലം ഞങ്ങൾ പറഞ്ഞുതരാം, അവിടെ ഗ്യാപ്പ് ഇടണം. ഇങ്ങനെയുണ്ട് ട്രെഞ്ച് വേണ്ട അവിടെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് എടുത്തോളാം.
എന്താ സംഭവം, അവിടെ നിങ്ങൾ ലൈൻ ഇങ്ങനെ ഇട്ടാൽ മതി, ആ ലൈൻ കൈകൊണ്ട് എടുത്ത് ഇങ്ങനെ റീപ്ലേസബിൾ ആയിട്ടുള്ള, പിന്നെ വൈകുന്നേരം എടുത്ത് കൊടുത്ത് രാവിലെ എടുത്ത് മാറ്റി ഇങ്ങനെ ചെയ്യാം. ഞാൻ എന്തിനാ അത്? അപ്പോൾ ഞങ്ങളെ കന്നുകാലികളെ കയറ്റിണ്ടായിരുന്നു. അപ്പോൾ ആനയുടെ വാസസ്ഥലത്ത് കന്നുകാലികളെ മുഴുവൻ കയറ്റും. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക? കന്നുകാലികളെ കയറ്റി കഴിഞ്ഞാൽ ആന അവിടെ നിന്ന് ഓടിക്കില്ല അതിൻ്റെ വാസസ്ഥലത്ത് നിന്ന്. ഇത് പോയി മേയല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് ആന പോത്തിനെ എടുത്തിട്ട് ഓടിക്കുന്നത്. അതിൻ്റെ വാസസ്ഥലത്ത് കാണാത്ത പുതിയ സാധനങ്ങളൊക്കെ കണ്ട ആന നിർത്തൂല. അതിൻ്റെ തീറ്റയൊക്കെയാണ് ഇവർ പോയി തിന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിനെ മേയിച്ചുകൊണ്ട് ഒരാളുണ്ടാവും, അവൻ പടക്കം പൊട്ടിക്കലും. ആന വരുമ്പോഴേ ഈ ആനയ്ക്ക് വേറൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു സംഗതിയുണ്ട്. ഈ വലിയ ഡൈനമിറ്റ് പോലൊരു സാധനം ഉണ്ടാക്കിയിട്ട് അത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പുക കൂടുതലുണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര അസ്വസ്ഥതയാണ് ആനയ്ക്ക്. വെടിമരുന്നിൻ്റെ മണം, ഗന്ധം ഭയങ്കര അസ്വസ്ഥത. പിന്നെ അത് ഓടും, ബഹളം ഉണ്ടാക്കി എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി പോകാൻ. അപ്പോൾ ഈ നാട്ടിലിറങ്ങുന്ന ആനകൾ കാട്ടിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ടാണ് നാട്ടിലേക്ക്. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചക്കയോ, ഇതൊക്കെ ഇപ്പോൾ മന്ത്രി പറയുന്നതായിട്ട് ചക്കയെല്ലാം പറിച്ച് ഇടിച്ചക്കയാക്കി വിൽക്കാൻ പോണത് നാട്ടിലെ ചക്ക. ഇത് ആദ്യം പറഞ്ഞ ഞാനാണ്. മുമ്പ് ഒരിക്കൽ ഒരു കരുളായിൽ ഒരു ആന ഇറങ്ങിയിട്ട് അവൻ ചക്കയെ തിന്നും. എന്നാൽ അവിടെയുള്ള ജനങ്ങളോട് മുഴുവൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചക്ക പഴുത്തതെങ്കിലും പറിക്കും. ആളുകൾ പറിക്കില്ല. രാത്രി ആകുമ്പോൾ ആന ഇറങ്ങി ചക്ക തിന്നാൻ തുടങ്ങും. ഇവന്മാർ ഫോൺ എടുത്ത് വെച്ച് പുഴുത്ത തെറി വിളിക്കുന്നത്. പിന്നെ ഞാൻ ഈ ആളുകളെയൊക്കെ കൂട്ടിപ്പോയി എറിഞ്ഞ് ഇതിനെ ഒന്നീ ബഹളം ഉണ്ടാക്കി റബ്ബർ ബുള്ളറ്റ് ഇട്ട് അടിച്ച് കാറ്റിൽ കയറ്റി വിടുന്ന സമയത്തൊരു പുഴയുണ്ട്. ആ പുഴ നീന്തിയാണ് വരുന്ന പുള്ളിക്കാരൻ ചക്ക തിന്നാൻ. അത്ര ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. പഴുത്ത ചക്കയുടെ ടേസ്റ്റ് അറിഞ്ഞിട്ടേ ഈ ആനയ്ക്ക് വെറൈറ്റി ഓഫ് ടേസ്റ്റ് ഉണ്ട്. ആനയ്ക്ക് ടേസ്റ്റിന് നമ്മളിപ്പോൾ നമ്മളെ സ്വഭാവം തന്നെ. നമ്മളിപ്പോൾ ഈ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഒരു പുതിയ ഐറ്റം കാണുമ്പോൾ നമ്മൾ വാങ്ങി തിന്നില്ലേ? ഇതേ സ്വഭാവം ആനയ്ക്കുണ്ട്. ആന അതുപോലെ വെറൈറ്റി ഓഫ് ടേസ്റ്റിൻ്റെ ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ വരും. അതുകൊണ്ടാണ് ഈ മന്ത്രി പറയുന്നത് ചക്ക പറിക്കുക എന്നുള്ളത്. ചക്ക പറിക്കുന്നത് മാത്രമല്ല, ചക്ക പറിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ കാട്ടിൽ വെള്ളം വേണ്ടേ? ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണിത്. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇത് ഗുജറാത്തിലെ താപ്തി റിവറിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഗുജറാത്തിലൂടെ ഈ പശ്ചിമഘട്ട മലനിരകൾ തുടങ്ങി, വെസ്റ്റേൺ ഘാട്ട് തുടങ്ങി, ഗുജറാത്ത് കഴിഞ്ഞ് അത് നേരെ മഹാരാഷ്ട്രയിൽ വന്ന്, മഹാരാഷ്ട്രയിലൂടെ ഗോവ കഴിഞ്ഞ് നേരെ കർണാടകയിൽ നിന്ന് നേരെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്. കന്യാകുമാരി ജില്ലയിലെ സാമിത്തോപ്പ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടം വരെ നീണ്ട് കിടക്കുക. ഇടയ്ക്ക് പാലക്കാട്ട് മാത്രമാണ് ഇത്തിരി ഗ്യാപ്പുള്ളത്. അതാണ് പാലക്കാടൻ ചുരം എന്ന് പറയുന്നത്, ഗ്യാപ്പുള്ളത്. ബാക്കി ഇങ്ങനെ നിരയായി ഇങ്ങനെ കിടക്കുക. ഈ വെസ്റ്റേൺ ഘാട്ടിനെയാണ് ഹോട്ട്സ്പോട്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ വെസ്റ്റേൺ ഘാട്ടിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 1600 കിലോമീറ്റർ നീളത്തിലാണ് ഈ വെസ്റ്റേൺ ഘാട്ട് കിടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിലുള്ളത്. ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് 1,60,000 ചതുരശ്ര കിലോമീറ്റർ ഉള്ളതാണ് ഈ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ വളരെ എൻഡമിക് സ്പീഷീസുകൾ ധാരാളമുള്ള, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ കോടിക്കണക്കിന് സ്പീഷീസുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ കൃഷ്ണ, കാവേരി നദികളൊക്കെ, ഗോദാവരി, ഈ നദികളൊക്കെ ഇവിടുന്ന് വരുന്നതാണ്, വെസ്റ്റേൺ ഘാട്ടിൽ നിന്ന്. കേരളത്തിലെത്തുമ്പോൾ തന്നെ ഇവിടെ തന്നെ 44 നദികൾ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. ഇത് കാട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണ്. ഇത് നമ്മളെ കിണറ്റിൽ ഉറവ പൊട്ടിക്കുന്ന വെള്ളമാണ്. നമ്മളെ കിണറ്റിൽ അതുപോലെ നമ്മൾ ഈ അരുവികളിലൊക്കെ ഇവിടെ എത്തുന്ന വെള്ളം വെസ്റ്റേൺ ഘാട്ടിൽ നിന്ന് വരുന്ന വെള്ളം വേറെ എങ്ങൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എല്ലായിടവും ഉണ്ടെന്ന്. വെള്ളം എല്ലായിടവും ഉണ്ട്. പണ്ട് ഒരു കവി എഴുതി കഴിഞ്ഞാൽ പണ്ട് വായിച്ചിട്ടുണ്ട്, ദ റൈം ഓഫ് ദി ഏൻഷ്യൻറ്റ് മറൈനർ എന്ന് പറയുന്ന ഒരു പോയട്രി ഉണ്ട്. അത് വളരെ പ്രശസ്തമായൊരു പോയട്രി, ഞാൻ പണ്ട് പഠിച്ചതാണ്. അതിലൊരു വരി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ വാട്ടർ എവരിവെയർ നോർ എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ഒരു മറൈനർ പറയുന്നതാണ്. എവിടെ നോക്കിയാലും വെള്ളം, പുള്ളിക്കാരൻ കൊണ്ടുവന്ന വെള്ളം തീർന്നുപോയി. നമ്മൾ കാട്ടിൽ പോകുമ്പോൾ പണ്ട് വെള്ളം കൊണ്ടുപോകില്ല. നമുക്കിത് നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ അറിയും. ഇന്നിപ്പോൾ അത് പറ്റില്ല. വേനൽക്കാലത്ത് വിശ്വസിച്ച് പോകാൻ പറ്റില്ല, വെള്ളം ലഭ്യമല്ല. ഏതാണ്ട് നമ്മളെ ഈ ഭൂമിയുടെ തന്നെ 79% ജലമാണല്ലോ, ഇല്ലേ? 71% ജലം, 29% കര. ഈ 79% ജലം ഉണ്ടെങ്കിലും അതിലൊരു 3% ഡ്രിങ്കബിൾ വാട്ടർ ഉള്ളത്, അവൈലബിൾ വാട്ടർ ഉള്ളത്. അപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ
ഇതിൻ്റെ ഉത്ഭവ സ്ഥാനങ്ങളിലൊക്കെ പശ്ചിമഘട്ടവും മലനിരകളും ഒക്കെയാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന ഈ നദികൾ സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയണം. അത് മാത്രമല്ല, ഞാൻ ഈ നെടുങ്കയത്തായിരുന്ന സമയത്ത് മുക്കുറുത്തി നാഷണൽ പാർക്കിൽ പോയിരിക്കും. അവിടുന്ന് താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കേരളയിലേക്ക് ഇറങ്ങി വരാൻ മുക്കുറുത്തി നാഷണൽ പാർക്ക് ചെല്ലും. അവിടെ മൊണ്ടൈൻ ഫോറസ്റ്റ് ഉണ്ട്, മൊണ്ടൈൻ ഷോല ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫൈബ്രസ് റൂട്ടുള്ള പുല്ലുകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മലകളാണ്, കുന്നുകൾ. അവിടെ കാണപ്പെടുന്ന പ്രത്യേക സ്പീഷീസുകളുണ്ട്. മാന്, മറ്റ് ഇത്യാദി ഹെർബൽ ഐറ്റങ്ങളൊക്കെ ഭക്ഷിക്കുന്ന മൃഗങ്ങൾ ഒരുപാടുണ്ട് അവിടെ. ഞാൻ കണ്ടിട്ടുണ്ട്. കാട്ടുപോത്തുണ്ട്, കാട്ടുപോത്ത് നിന്ന് മെയ്യുന്നാണ്ടിട്ടുണ്ട്, മാൻകൂട്ടങ്ങളിൽ നിന്ന് മെയ്യുന്നാണ്ടിട്ടുണ്ട്, കലമാനെ കണ്ടിട്ടുണ്ട്, പുള്ളിമാനെ കണ്ടിട്ടുണ്ട്, കൂരമാന എല്ലാത്തിനും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചപ്പുറത്ത് ആനയും കണ്ടിട്ടുണ്ട്. ഈ രണ്ട് മലകൾ കൂടി ചേരുന്നതിൻ്റെ ഇടയ്ക്ക് ഷോല ഫോറസ്റ്റ് ഉണ്ട്, ഡാർഫ് ആയിട്ടുള്ള ട്രീസ് കണ്ടിട്ടുണ്ട് ഞാൻ. എത്ര മനോഹരമായിട്ടാണെന്ന് പറയാം അവർ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഈ രണ്ട് മലകൾ കൂടി ചേരുന്നതിൻ്റെ ഇടയിലുള്ള ഷോല ഫോറസ്റ്റിൽ വെള്ളത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ് മഴക്കാലത്തുള്ള. ആ വെള്ളം ഇവരെന്തെന്നറിയാം, ഒരു ചെറിയ ചാല് കീറി ഇങ്ങനെ എടുക്കുന്നുണ്ട്. എല്ലാ മലകളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരൊരു വലിയ തോടിൽ കൊണ്ട് ചാടിക്കുക. ചാടിച്ചിട്ട് ഇത് നേരെ വൈഗാ ഡാമിലേക്കും. എന്ത് മനോഹരമായ വാട്ടർ ഹാർവെസ്റ്റിംഗ്. പ്രകൃതിക്കൊരു ദോഷം വരുന്നില്ല, കൺസർവേഷൻ ഒരു പ്രശ്നമില്ല. ഇത് ചെയ്യുന്നവരാണ് ഇത് തമിഴ്നാട് ഫോറസ്റ്റുകാർ. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്, അവരെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. അവർ ഇത് പറയുന്ന അവർ ഈ 88 കൺസർവേഷൻ പിന്നെ ഈ പ്രാധാന്യം നൽകിക്കൊണ്ട് ഫോറസ്റ്റ് പോളിസി വന്നപ്പോൾ അവരനുസരിച്ച് വേഗം മാറി. പക്ഷെ നമ്മൾ കേരളത്തിൽ അങ്ങനെ അവർക്ക് വെള്ളമില്ല, വേഗം മാറുന്നില്ല, വെള്ളമില്ല. അതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടുന്ന് നമ്മൾ വെള്ളം കൊടുത്തല്ലേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം എന്താണെന്നറിയോ, അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, പക്ഷേ കൃഷിക്കാണ് അവർക്ക് വെള്ളമില്ലാത്തത്. നമുക്ക് വെള്ളം കൂടി ഇവിടെ അത്രയും കൃഷിയില്ലല്ലോ. പിന്നെ അവർക്ക് കൊടുക്കുന്നതിൽ പ്രശ്നമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു ആശ്രയിച്ച് മാത്രമേ സമൂഹത്തിന് നിലനിൽക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും എടുത്തും ഒക്കെ നിൽക്കാനൊക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. പക്ഷേ നിലമ്പൂരിൽ ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ടിമ്പറിലാണ്. ടിമ്പറിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ടേക്കിൽ പണിയെടുത്തുകൊണ്ട് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. അതായത് നിലമ്പൂർ ടേക്ക് വേൾഡ് ക്ലാസിക് ടീക്കാണ്. അതിന് പകരം വയ്ക്കാൻ വേറൊരു തേക്കില്ല. ഞാൻ അവിടുന്ന് വായിച്ചിട്ടുണ്ട്, നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ റെക്കോർഡിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ റോൾസ് റോയ്സ് കമ്പനി ഉണ്ട് എവിടെ, UK. ആ റോൾസ് റോയ്സ് കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ഗുഡ്വുഡ് എന്നാണ്. ആ ഗുഡ്വുഡിലേക്ക് നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോകായിരുന്നു. വണ്ടിക്കകത്ത് ആ ഡാഷ്ബോർഡൊക്കെ പണിയുന്നതിനും ഒക്കെ. പിന്നെ ഇവർ നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടിട്ടുണ്ട്, കൊട്ടാരമൊക്കെ പണിഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം, മനസ്സിലായില്ലേ. അപ്പോൾ വേൾഡിൽ നിലമ്പൂർ തന്നെ അറിയപ്പെടുന്നത് ടീക്ക് കൊണ്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ അതിനുശേഷം 98 പുതിയ പോളിസി വന്നു, വനനയം വന്നു. 98 പുതിയ വനനയം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇനി അതിൽ പ്രിസർവേഷനാണ് പ്രാധാന്യം. അതുപോലെ ആദിവാസികൾക്ക്, അതിനകത്ത് താമസിക്കുന്ന എൻഡമിക്കായിട്ടുള്ള ആദിവാസികൾക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി അവർക്ക് കൊടുക്കണം, 4 ഏക്കർ വരെ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ട്രൈബൽ ആക്ട് 2006 ഉണ്ടാക്കി. 2006 ട്രൈബൽ ആക്ട് കേന്ദ്ര നിയമമുണ്ട്. അവൻ്റെ ഭൂമിക്ക് കൈവശ രേഖ കൊടുക്കണമെന്നുണ്ട്. അവന് ടിമ്പർ ഒഴിച്ച് ബാക്കി ഏത് ഫോറസ്റ്റ് പ്രൊഡ്യൂസും എടുക്കാനും കൈവശം വയ്ക്കാനും കൊണ്ട് വിൽക്കാനും ഉള്ള അവകാശം അത് ഉറപ്പ് ചെയ്യുന്നുണ്ട് നിയമം. ടിമ്പർ എടുക്കാൻ പറ്റില്ല. ടിമ്പർ എടുക്കാൻ പറ്റും, നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എടുക്കാം. ടിമ്പർ അല്ലാത്ത വേറെ ഏത് ഹണി ആയാലും ശരി, വേറെ എന്തായാലും എടുക്കാം എന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഓരോ കോളനികളും ഓരോ ഗ്രാമസഭകളാക്കി മാറ്റണം. ആര് ചെയ്യുന്നു? ഇതാരാ ചെയ്തു കൊടുക്കേണ്ടത്? നിലവിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ വേണം ഇത് ചെയ്തു കൊടുക്കാൻ. അപ്പോൾ അതിനാരും താല്പര്യം കാണിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ആദിവാസി ക്ഷേമം മുമ്പ് ഞാൻ ഒരിക്കൽ നമ്മൾ പറഞ്ഞു തോന്നി. അത് ചോലനായിക്ക കോളനി ഉള്ളത് എന്ന് പറഞ്ഞാൽ അവന്മാർ പ്രിമിറ്റീവ് അവിടെ മാത്രമേ ഉള്ളൂ കാണപ്പെടുന്നത്. വേറെ എവിടെയൊക്കെ ഉണ്ട്, പക്ഷേ നിലമ്പൂർ അവിടെ മാത്രമേ ഉള്ളൂ. ഈ ചോലനായിക്ക കോളനിയിലുള്ള ആളുകൾ കല്ലളയിലാണ്. കല്ലള എന്ന് പറഞ്ഞാൽ ഗുഹ, കല്ലുകൊണ്ടുള്ള ഗുഹ. അതിനാണ് കല്ലളയിലാണ് കിടക്കുന്നത്. അവന്മാർ ഈ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വേറെ പണിയൊന്നുമില്ല. രാവിലെ ഇറങ്ങിപ്പോവും, വനവിഭവങ്ങൾ എടുക്കും, വിൽക്കാൻ പറ്റുന്നത് കൊണ്ടുവന്ന് വിൽക്കും, അത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കും. പിന്നെ അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഒരാവശ്യം വന്നപ്പോൾ വനം വകുപ്പിൽ ഞങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ സി വിനോദം എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. അവൻ +2 കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഒരു വലിയ കോളേജൊക്കെ നടത്തുന്ന ഒരാളുണ്ട്. പിള്ള സാർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പാലയമാട് കോളേജ്. അത് അവിടെ
കോളേജുണ്ട്, ഹൈസ്കൂളുണ്ട്, LP സ്കൂളുണ്ട്, UP സ്കൂളുണ്ട്, B.Ed സെൻ്ററുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഭയങ്കര വിദ്യാഭ്യാസ കോംപ്ലക്സാണ് അവിടെ. അപ്പോൾ പിള്ള സാറിൻ്റെ അടുത്ത് ഒരിക്കൽ ഞങ്ങൾ ഞാൻ DF അടുത്ത് പറഞ്ഞപ്പോൾ DF പറഞ്ഞു ഞാൻ പിള്ള സാറിനോട് സംസാരിക്കാം അവൻ്റെ ഒരു അഡ്മിഷൻ കൊടുക്കാൻ. അപ്പോൾ ഒരു പൊതുവായിട്ടൊരു പരിപാടി വെച്ചിട്ട് ആദിവാസികളെല്ലാം വിളിച്ചു കൂട്ടി പിള്ള സാറിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനെ ഒരു പൊതു ചടങ്ങിൽ വെച്ചിട്ട് പിള്ള സാറിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവ PhD ചെയ്യണം ഈ ചോലനായ്ക്കർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന്. വിനോദ് ഇവരെവിടെ താമസിക്കുന്നത്? ഇവർ ആളയിൽ തന്നെ താമസിക്കുന്നത്. മാഞ്ചേരി എന്ന് പറഞ്ഞാൽ കരളായിയിൽ നിന്ന് പിന്നെ റോഡിലൂടെ പാണങ്കേരി 22-23 കിലോമീറ്റർ ഉണ്ട്. റോഡ് മോട്ടോറബിൾ റോഡ് എന്ന് പറഞ്ഞാൽ ജീപ്പ് പോണ റോഡ്. അല്ലാതെ പോയാണെങ്കിൽ ഒരു 10-18 കിലോമീറ്റർ ഉണ്ട് എത്താം അവിടെ. അപ്പോൾ ഈ ജീപ്പ് പോകുന്ന ഈ സ്ഥലം, ഈ കോളനി കരളായി പഞ്ചായത്തിലെ 6ാമത്തെ വാർഡാണ്. 6ാമത്തെ വാർഡിലാണ് ഇതുള്ളത്. അത് അവിടെ പോകണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. പിന്നെ അതുപോലെ എല്ലാവരെയും അങ്ങനെ അനുവദിക്കില്ല അവിടെ പോകാൻ. പിന്നെ അവന്മാർ തന്നെ ഇപ്പോൾ എന്താണെന്ന് അറിയാം, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പോയി. ചോലനായ്ക്കരാണെങ്കിലും അവർ നാട്ടിലുള്ള ആളുകളുമായിട്ട് സഹവാസം വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ നാട്ടിൽ നിന്ന് പലതും അങ്ങോട്ട് പകർന്നിട്ടുണ്ട്. അങ്ങനൊരു സ്വഭാവം ഉണ്ടല്ലോ. ചിലപ്പോൾ മറ്റേ കളറും മദ്യമൊക്കെ കൊണ്ടു കൊടുക്കുക, എന്തെങ്കിലും സാധനം അവരിന്ന് വാങ്ങുക, അങ്ങനെയൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ഇൻട്രാക്ഷൻ വന്നതോടുകൂടി അവിടുന്ന് തന്നെ ഒരു പിന്നെ പാണപ്പുഴ ഉള്ള ബാലൻ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഗാർഡ് നമ്മളെ കൂടെ ഉണ്ട്. അവൻ ട്രെയിനിങ്ങിന് ഞാൻ അയച്ചിട്ട് അവൻ ട്രെയിനിങ്ങിന് പോവില്ല. ട്രെയിനിങ്ങിന് പോയിരുന്നെങ്കിൽ അവൻ ഇപ്പോൾ എന്താണെന്നറിയാം, ഇപ്പോൾ അവൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആകുമായിരുന്നു. അവൻ ഇപ്പോഴും ഗാർഡായിട്ട് നടക്കുകയാണ്. അത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇൻഡീനിയസ് പീപ്പിളിലേക്ക് പോയി എന്നേ ഉള്ളൂ അവിടെയുള്ളത്.